Good afternoon. Good afternoon, Miss. ഷാരോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ക്ലാസ്സില്? അല്ല മിസ്സേ, തുഷാര ഉണ്ടായിരുന്നു. തുഷാര ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ സിസ്റ്റത്തിന്റെ ഒരു ചെറിയൊരു നെറ്റിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് കട്ടായി പോയത്. ഓക്കെ, നമുക്ക് ഇനിയിപ്പോ കേറുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ക്ലാസ് തുടങ്ങാം, സമയം കളയണ്ട. ഇപ്പൊ തന്നെ 15 മിനിറ്റ് ആയി. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ഓക്കെ, തുഷാര, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. തുഷാര കേക്കുന്നില്ലേ? ഹലോ, കേക്കാൻ പറ്റുന്നില്ലേ? അതെ കേൾക്കുന്നുണ്ട്. സൗണ്ട് കുറവാണല്ലോ, കേക്കുന്നില്ല, ക്ലിയർ അല്ല. തുഷാര, ഹലോ. ഇപ്പൊ കേക്കുണ്ട്. ഓക്കെ, ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ പറഞ്ഞു നിർത്തിയത്? എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് അല്ലേ? എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ അവിടെ വരെ അല്ലേ പറഞ്ഞത്? അതിന്റെ ഫസ്റ്റത്തെ 2 എണ്ണം പറഞ്ഞായിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു മാർക്കറ്റിംഗ് പ്ലാന്റെ എലമെന്റ്സ് വരുന്നത്? മാർക്കറ്റിംഗ് പ്ലാന്റെ ഘടകങ്ങൾ ഏതൊക്കെ എലമെന്റ്സ്? 7 എണ്ണം പറഞ്ഞല്ലോ. ഏതൊക്കെയായിരുന്നു? എനിക്ക് ക്ലിയർ ആവുന്നില്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് മിസ്സേ. ഓക്കെ, എന്നിട്ട് എന്റെ ഇങ്ങോട്ടൊരു റിപ്ലൈ കിട്ടാത്ത? ഏതൊക്കെയായിരുന്നു മാർക്കറ്റിംഗ് പ്ലാന്റെ എലമെന്റ്സ് വരുന്നേ? മിസ്സേ, കോണ്ടാക്ട് മാർക്കറ്റിംഗ് റിസർച്ച് അതല്ലായിരുന്നോ? ദ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ, അതിന്റെ 7 എലമെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അതിൽ 2 എണ്ണം നമ്മൾ പറഞ്ഞായിരുന്നു. ഞാൻ ചോദിച്ച എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ? സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. മാർക്കറ്റിംഗ് ഗോൾ സെറ്റ് ചെയ്യുക. പിന്നെ സെക്കൻഡ് കോണ്ടാക്ട് മാർക്കറ്റിംഗ് റിസർച്ച്. കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. അനലൈസ് റിസർച്ച്. അനലൈസ് റിസർച്ച്. റിസർച്ച് അനലൈസ് ചെയ്യുക, അതിനെ വിശകലനം ചെയ്യുക. നെക്സ്റ്റ്, ഐഡന്റിഫൈ എ ബഡ്ജറ്റ്. ഐഡന്റിഫൈ എ ബഡ്ജറ്റ്. ബഡ്ജറ്റ് ഐഡന്റിഫൈ ചെയ്യുക. നെക്സ്റ്റ്, ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക. വാട്ട് ഈസ് ദ മീനിങ് സ്ട്രാറ്റജി? സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രാറ്റജീസ്, പ്ലാൻ അല്ലെങ്കിൽ തന്ത്രങ്ങള്. ഓക്കെ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക. നെക്സ്റ്റ്, ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ഡെവലപ്പ് ചെയ്യുക. നെക്സ്റ്റ്, ലാസ്റ്റ് ഏതായിരുന്നു? ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. ഇവാലുവേഷൻ പ്രോസസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, തുഷാരയ്ക്ക് എന്തെങ്കിലും ഇതുണ്ടോ? നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ മഴ എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണോ? ഇല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അവസാനം വരെ ഇല്ലായിരുന്നു. നെറ്റിന് പ്രശ്നം വന്നിട്ട് ഞാൻ പോയിട്ടുണ്ട്. നെറ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നല്ലേ? മഴയൊക്കെ ആവുമ്പോ അതാണ് ഒരു പ്രശ്നം. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ഫസ്റ്റ് 2 എണ്ണം പറഞ്ഞായിരുന്നു. സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ്. അത് നമ്മൾ ആദ്യം മാർക്കറ്റിംഗ് ഗോൾ എന്താണെന്നുള്ള ലക്ഷ്യങ്ങള് സെറ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ പറഞ്ഞ കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുക. ഇത് 2 എണ്ണവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതായിരുന്നു. നെക്സ്റ്റ്, നമ്മൾ മൂന്നാമത്തെ എലമെന്റ് ആണ് അനലൈസ് ദ റിസർച്ച്. അനലൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വാട്ട് ഇസ് ദ മീനിങ്? അനലൈസ് ചെയ്യുക. എന്താ മീനിങ്? എന്താ അനലൈസ് ചെയ്യുക? അനാലിസിസ്, അനലൈസ്, വിശകലനം ചെയ്യുക. റിസർച്ച് വിശകലനം ചെയ്യുക. അനലൈസ് ദ റിസർച്ച്. റിസർച്ച് വിശകലനം ചെയ്യുക. അതിനകത്ത് വരുന്ന പോയിന്റ്സ് ഫസ്റ്റ് നോക്കിയേ. എക്സാമിൻ ദ റോ ഡേറ്റ വി ഗ്യാദർ ആൻഡ് ബ്രീഫ് ഇറ്റ് ഇൻടു മീനിങ്ഫുൾ ഫൈൻഡിങ്സ് that will be the basis for deciding which marketing strategy make the most sense and will get the best result for your practice.
ഇനി അതിനകത്ത് വരുന്നത് നമ്മൾ കളക്ട് ചെയ്ത, ഗ്യാദർ ചെയ്യുക എന്ന് വെച്ചാൽ ശേഖരിക്കുക അല്ലെ. ഓക്കെ, എക്സാമിൻ ദ റോ ഡേറ്റ വി ഗ്യാദർ. നമ്മൾ ഗ്യാദർ എന്ന് പറഞ്ഞ മീനിങ് ശേഖരിക്കുക. നമ്മൾ ശേഖരിച്ചിട്ടുള്ള റോ ഡേറ്റാസ് അത് നമ്മൾ പരിശോധിക്കുകയും, നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത ഡേറ്റാസ് എക്സാമിൻ ചെയ്യുക, അത് പരിശോധിക്കുകയും അത് അതിന്റെ ഒരു മീനിങ് ഫുൾ ഫൈൻഡിങ്ങിലേക്ക് നമ്മൾ അത് എത്തിച്ചേരുകയും ചെയ്യുക. കണ്ടെത്തലുകളായി ഒരു മീനിങ് ഫുൾ ഫൈൻഡിങ്, ഒരു അർത്ഥവത്തായ കണ്ടെത്തലുകളായിട്ട് അത് ചുരുക്കുകയും ചെയ്യുക. എന്നിട്ട് നോക്കുക ഏതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് ഏറ്റവും നല്ലത്, ഏറ്റവും മീനിങ് ഫുൾ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അത് നമ്മുടെ പ്രാക്ടീസിന് and will get the best result for your practice. നമ്മുടെ പ്രാക്ടീസിന് നല്ല റിസൾട്ട് കിട്ടുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ആ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഏതാണെന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുക. അതാണ് എക്സാമിൻ ചെയ്യുക. അത് ഫസ്റ്റ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന റോ ഡാറ്റാസ്, നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഡാറ്റാസ് പരിശോധിക്കുകയും അതിൽ ഏറ്റവും കൂടുതൽ മീനിങ് ഫുൾ ആയിട്ടുള്ളത്, അർത്ഥവത്തായതാണ് ഏതാണെന്ന് പരിശോധിക്കുകയും, എന്നിട്ട് എന്ത് ചെയ്യണം, അതിൽ ഏതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് നമ്മുടെ പ്രാക്ടീസിന് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളതും പരിശോധിക്കുകയും ചെയ്യുക. ഇതിനുള്ള ഒരു എക്സാമിനേഷൻ ചെയ്യുന്നതിനുള്ള ഒരു അടിസ്ഥാനമാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഗ്യാദർ ചെയ്തിട്ടുള്ള, നമ്മൾ ശേഖരിച്ചിട്ടുള്ള ഡാറ്റാസ് പരിശോധിക്കുകയും അതിൽ നിന്ന് നമ്മൾ അതിൽ ഏറ്റവും മീനിങ് ഫുൾ ഫൈൻഡിങ്സ്, അതിന്റെ അർത്ഥവത്തായിട്ടുള്ള കണ്ടെത്തലുകളായിട്ട് അത് ചുരുക്കുകയും, അതുപോലെ ഏതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് ഏറ്റവും നല്ലത്, ഏറ്റവും അർത്ഥവത്തായത് എന്നും നമ്മുടെ പ്രാക്ടീസിന് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് ഏതാണെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു അടിസ്ഥാനമായിരിക്കും. ഇനി അതിൻ്റെ അകത്ത് രണ്ടാമത്തെ വരുന്നത്, ദ റിസർച്ച് വിൽ ഐഡന്റിഫൈ ദ റിക്വയർമെന്റ്സ് ആൻഡ് നീഡ് ഓഫ് യുവർ കറന്റ് ആൻഡ് പൊട്ടൻഷ്യൽ പേഷ്യന്റ് ആൻഡ് വിൽ ഹെൽപ്പ് യു എക്സാമിൻ യുവർ ടാർഗറ്റ് ഓഡിയൻസ്. നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ്, നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിന് നമ്മുടെ ഈ ഗവേഷണം, ഈ റിസർച്ച് എന്ന് പറയുന്നത് ഈ നിലവിലുള്ള ഒരു സാധ്യത, ഇപ്പൊ നമ്മൾ അവിടുത്തെ നീഡ്സ് എന്താണ്, അവരുടെ റിക്വയർമെന്റ്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ റിസർച്ച് നമ്മുടെ നിലവിലുള്ള സാധ്യതയും രോഗികളുടെ നീഡ്സുകൾ, പേഷ്യന്റിന്റെ നീഡ്സ് എന്താണ്, അവരുടെ റിക്വയർമെന്റ്സ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ വിശദീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ടാർഗറ്റ് എന്താണ് എന്നുള്ളത് ആ ഓഡിയൻസിനെ വിശദീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മള് ഈ റിസർച്ച് വിൽ ഐഡന്റിഫൈ ദ ഈ റിസർച്ച് എന്താ, നമ്മള് പല റിസർച്ച് നടത്തി അതിന്റെ റിസർച്ച് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം, ആ പേഷ്യന്റിന്റെ നീഡ്സ് എന്താണ്, അവരുടെ റിക്വയർമെന്റ്സ് എന്താണ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ആ പ്രസന്റില് അതിന്റെ സാധ്യതകളെയൊക്കെ, നീഡ്സിനെ റിക്വയർമെന്റ്സിനെ ഒക്കെ ഐഡന്റിഫൈ ചെയ്യും. അത് ആ ടാർഗറ്റ് ഓഡിയൻസിനെ വിശദീകരിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. This is also the right time to look back at the goals you have chosen. നമ്മൾ ചൂസ് ചെയ്ത, അതിൽ നിന്ന് നമ്മൾ കുറെ ഗ്യാദർ ചെയ്ത ഡേറ്റാസിൽ നിന്നൊക്കെ നമ്മളത് ഏതാണ് ബെസ്റ്റ് ഏതാണെന്ന് നോക്കി മനസ്സിലാക്കി, പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സും നീഡ്സ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ആ ഒരു ഏതാണ് ബെറ്റർ എന്നുള്ളത് മനസ്സിലാക്കുന്നു. ആ തെരഞ്ഞെടുത്ത ഗോൾസ്, അപ്പൊ അതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു ശരിയായ സമയക്രമം കൂടിയാണ് ഈ അനലൈസ് ദ റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള, നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു ശരിയായ ഒരു ടൈമാണ്, റൈറ്റ് ടൈമാണ് ഈ റിസർച്ച് അനലൈസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അനലൈസ് ചെയ്യുക, അത് വിശകലനം ചെയ്യുക എന്നുള്ളത്. Based on your research finding, you may need to change some of your goals. അപ്പൊ നമ്മുടെ റിസർച്ചിന്റെ ഫൈൻഡിങ്സ്, അതിന്റെ കണ്ടെത്തലുകൾ വെച്ചിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ഗോൾസ്, നമ്മുടെ ലക്ഷ്യങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്താനായിട്ട് സാധിക്കും.
അപ്പൊ നമ്മളെ ഗോൾസ്, നമ്മുടെ ലക്ഷ്യങ്ങള് നമ്മൾ നോക്കുക എന്താണെന്നുള്ളത്. അപ്പൊ അതിലേക്ക് എത്തിച്ചേരാനും ഒക്കെ, അല്ലെങ്കിൽ ആ റിസർച്ചിനെയൊക്കെ ആ റിസർച്ചിന്റെ ആ ഫൈൻഡിങ്സ്, ആ കണ്ടെത്തലുകളൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ ഗോൾസിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താൻ സാധിക്കും. It help to find, analyzing some key questions. ഇത് കൂടാതെ ഈ അനലൈസ് ദ റിസർച്ച് അനലൈസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കുറച്ച് കീ ക്വസ്റ്റ്യൻസിന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കിയ ക്വസ്റ്റ്യൻസ്, ഇത്രയും ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മളൊന്ന് വിശകലനം ചെയ്യാനായിട്ട് ഈ റിസർച്ച് അനലൈസ് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ് ടു ഫൈൻഡ് അനലൈസിങ് സം കീ ക്വസ്റ്റ്യൻസ്. ചില ക്വസ്റ്റ്യൻസിനൊക്കെ ഒരു അനലൈസ് ചെയ്യാനായിട്ട്, വിശകലനം ചെയ്യാനായിട്ട്, അതിന്റെ ഒരു ആൻസർ ഒക്കെ കണ്ടെത്താനായിട്ടുള്ളത് സഹായിക്കുന്നു. അത് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ഇവിടെ പറഞ്ഞേക്കുന്നത്, വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് ബിറ്റ്വീൻ യുവർ പ്രാക്ടീസ് ആൻഡ് യുവർ കോമ്പറ്റീറ്റീവ്സ്. നമ്മളൊരു ഇതിനകത്ത് മാർക്കറ്റിംഗിൽ നമ്മുടെ എതിരാളികൾ ഉണ്ടാവും, കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ അതിനകത്ത് വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്, നമ്മളും ആ കോമ്പറ്റീറ്റേഴ്സും മത്സരിക്കുന്ന ആള്, നമ്മളോടൊപ്പം മത്സരിക്കുന്ന ആളാണ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത്. കോമ്പറ്റീറ്റേഴ്സും തമ്മിലുള്ള എന്തൊക്കെയാണ് സിമിലാരിറ്റീസ്, ആ മാർക്കറ്റിംഗിൽ നമ്മുടെ സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഡിസിമിലാരിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഈ റിസർച്ച് അനലൈസ് ചെയ്യുന്നത് സഹായിക്കും. ഉണ്ടാവും. വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് ബിറ്റ്വീൻ യുവർ പ്രാക്ടീസ് ആൻഡ് യുവർ കോമ്പറ്റീറ്റീവ്സ്. നമ്മളും നമ്മുടെ കോമ്പറ്റീറ്റീവ്സും തമ്മിലുള്ള സിമിലാരിറ്റീസ്, സാമാന്യതകള്, അല്ലെങ്കിൽ അവരുടെ ഡിസിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കും. പിന്നെ വാട്ട് മേക്ക് യുവർ പ്രാക്ടീസ് ഫ്രം യുവർ കോമ്പറ്റീറ്റീവ്സ്, എന്തൊക്കെയാണ് നമ്മുടെ ആ കോമ്പറ്റേറ്റീവ്സിൽ നിന്ന് നമ്മളെ എന്തൊക്കെയാണ് മാറ്റുന്നത്, നമ്മൾ അതിൽ നിന്നും എന്താണ് വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് നമ്മുടെ കോമ്പറ്റേറ്റീവ്സിൽ നിന്ന് എന്താണ് നമ്മളെ മാറ്റി നിർത്തുന്നത് എന്നുള്ള അതിനൊരു ആൻസർ കിട്ടും. ഈസ് യുവർ ലൊക്കേഷൻ മോർ ഡിസറബിൾ ദാൻ യുവർ കോമ്പറ്റേറ്റീവ്സ്, നിങ്ങളുടെ സ്ഥാനം, നമ്മുടെ ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും അഭികാമ്യമാണോ, കുറച്ചുകൂടി നമ്മുടെ ആ ഒരു പ്ലേസ് എന്ന് പറയുന്ന ലൊക്കേഷൻ സ്യൂട്ടബിൾ ആണോ, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരിൽ നിന്നും നമ്മുടെ ലൊക്കേഷൻ കുറച്ചും കൂടി സ്യൂട്ടബിൾ ആണോ, അഭികാമ്യമാണോ എന്നുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടുന്നു. ഡു യുവർ പ്രോമിസ് എ ബ്രോഡർ സ്കോപ്പ് ഓഫ് സർവീസസ് ദാൻ ദ കോമ്പറ്റീറ്റീവ്സ്, സേവനങ്ങളുടെ ആ വ്യാപ്തി, ആ ഡെപ്ത് എന്ന് പറയുന്നത് നമ്മൾ അത് എന്താണ് പ്രോമിസ് ചെയ്യുന്നുണ്ടോ, നമ്മളത് ഡു യു പ്രോമിസ് എ ബ്രോഡർ സ്കോപ്പ് ഓഫ് സർവീസ് ദാൻ ദ കോമ്പറ്റീറ്റേഴ്സ്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് കൊടുക്കുന്ന സർവീസിനേക്കാളും നമ്മൾ അത് നല്ല ഒരു ബ്രോഡർ ആയിട്ട്, അതിന്റെ വ്യാപ്തി, അതിന്റെ നമ്മൾ കൊടുക്കുന്ന സർവീസിന്റെ സ്കോപ്പ് കുറച്ചുകൂടി ആഴത്തിലുള്ളതാണ് എന്നുള്ളത് പ്രോമിസ് ചെയ്യുന്നുണ്ടോ, കൊടുക്കുന്ന ആ സർവീസിന്റെ വിശാലമായ വ്യാപ്തി നിങ്ങൾ പ്രോമിസ് ചെയ്യുന്നുണ്ടോ, കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അത് പ്രോമിസ് ചെയ്യുന്നുണ്ടോ. പിന്നെ ലാസ്റ്റ്, ഈസ് ദെയർ എ സർവീസ് യു പ്രൊവൈഡ് ദാറ്റ് നോ വൺ എൽസ് ഇൻ ദ കമ്മ്യൂണിറ്റി പ്രസന്റ്ലി ഓഫേഴ്സ്. നമ്മളിപ്പോ ഓഫർ ചെയ്യുന്ന ഒരു കാര്യം, ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു കാര്യം കമ്മ്യൂണിറ്റിയിൽ അത് മറ്റാരും വാഗ്ദാനം ചെയ്യാത്ത അത് സേവനങ്ങളാണോ, അല്ലെങ്കിൽ മറ്റാരും ഓഫർ ചെയ്യാത്ത കാര്യമാണോ നമ്മളിപ്പോ നൽകുന്നുണ്ടോ, നമ്മൾ അത് നൽകുന്നുണ്ടോ എന്നുള്ള ഇത്തരം ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്കൊരു എന്താ പറയാ അത് അനലൈസ് ചെയ്യാൻ, ഇത്രയും ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന, മാർക്കറ്റിംഗിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്യാനായിട്ട് ഈ റിസർച്ച് അനലൈസ് ഹെൽപ്പ് ചെയ്യുന്നു എന്നാ പറയുന്നത്. ഈസ് ദെയർ എ സർവീസ് യു പ്രാക്ടീസ് ദാറ്റ് നോ വൺ എൽസ് ഇൻ ദ കമ്മ്യൂണിറ്റി പ്രസന്റ്ലി ഓഫേഴ്സ്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ആരും കൊടുക്കാത്ത, മറ്റാരും ഓഫർ ചെയ്യാത്ത സേവനം നിങ്ങൾ നൽകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ, അനലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അത്രയാണ് അനലൈസ് ദ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, നെക്സ്റ്റ് വരുന്ന ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്. ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. നോക്കിയേ,
Target audience must consist of patient of a certain age, gender, location, payer type, or patient with a certain clinical requirements. ടാർജറ്റ് ഓഡിയൻസിന് ഒരു നിശ്ചിത പ്രായത്തില്, ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ഏജിലുള്ള പേഷ്യൻസ്, രോഗികള്, അവർക്കടെ ജെൻഡർ, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ള ജെൻഡർ, അവർക്കടെ പിന്നെ അതുപോലെ തന്നെ സ്ഥാനം, ലൊക്കേഷൻ, പെയർ ടൈപ്പ്, നമ്മൾ പേ ചെയ്യുന്നത്, പണം അടയ്ക്കുന്ന ആ ഒരു സ്ഥലം, അല്ലെങ്കിൽ ചില ക്ലിനിക്കൽ ആവശ്യകതകള്, സർട്ടൻ ക്ലിനിക്കൽ റിക്വയർമെന്റ്സ് എന്നിവയിലുള്ള രോഗികള് ഈ ടാർജറ്റ് ഓഡിയൻസിൽ ഉൾപ്പെടാം. ഓക്കെ, ദ ടാർജറ്റ് ഓഡിയൻസ് മസ്റ്റ് കൺസിസ്റ്റ് ഓഫ്. അപ്പൊ ഏതൊക്കെയാ ടാർജറ്റ് ഓഡിയൻസിൽ വരുന്നത്? ആരൊക്കെയാണ്? കൺസിസ്റ്റ് ഓഫ് എ പേഷ്യന്റ് ഓഫ് സർട്ടൻ ഏജ്, ഒരു പ്രത്യേക ഏജിലുള്ള പേഷ്യൻസ്, ജെൻഡർ, ലൊക്കേഷൻ, പെയർ ടൈപ്പ്, നമ്മൾ പണം അടയ്ക്കുന്ന ആ ടൈപ്പ്, ഓർ പേഷ്യന്റ് വിത്ത് സർട്ടൻ ക്ലിനിക്കൽ റിക്വയർമെന്റ്സ്, ചില ക്ലിനിക്കൽ റിക്വയർമെന്റ്സ് ഉള്ള പേഷ്യൻസ് എന്നിതൊക്കെ ഈ ടാർജറ്റ് ഓഡിയൻസിൽ ഉൾപ്പെടാം. എക്സാമ്പിൾ ആയിട്ട് വരികയാണ്, ഇഫ് വി വാണ്ട് ടു ട്രീറ്റ് യുവർ യങ് അത്ലറ്റ്സ്, നമ്മൾ യങ് അത്ലറ്റ്സിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? We might consider giving talk on sports safety and first aid tips to coaches and athletes at the local high school or colleges and YMCAs. YMCA കോളേജ് ലെവലില്, ലോക്കൽ ഹൈസ്കൂൾ ലെവലിലൊക്കെ നമ്മൾ കോച്ചസിനും അത്ലറ്റ്സിനും ഒക്കെ ഈ സ്പോർട്സ് സേഫ്റ്റിനെ കുറിച്ചും അവർക്കുള്ള എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് ടിപ്സുകൾ, അതിനെക്കുറിച്ചും ഒക്കെ അവരുമായിട്ട് സംസാരിക്കണം. നമ്മൾ യങ് അത്ലറ്റ്സിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ, കൈകാര്യം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, നമ്മൾ യങ് അത്ലറ്റ്സിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഹൈസ്കൂൾ ലെവലില്, ലോക്കൽ ഹൈസ്കൂൾ ലെവലില്, കോളേജ് ലെവലുകള്, YMCAസിലൊക്കെ എന്നിവയിലെ പരിശീലകര്, കോച്ചസിനും അത്ലറ്റ്സിനും ഒക്കെ എന്ത് കൊടുക്കണം? സ്പോർട്സ് സേഫ്റ്റിനെ കുറിച്ചും ഫസ്റ്റ് എയ്ഡ് ടിപ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചർച്ചകൾ ചെയ്യുന്നത് നമ്മൾ പരിഗണിക്കണം. അതായത് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മുടെ ടാർജറ്റ് ആരാ? ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടെ ടാർജറ്റ് എന്ന് പറയുന്ന ആരാ ടാർജറ്റ് വരുന്നേ? പേഷ്യൻസ് അല്ലെ? പേഷ്യൻസ് ആണ് ടാർജറ്റ്. ഏത് ഹോസ്പിറ്റലിലും കൂടുതൽ പേഷ്യൻസ് വന്നെന്നല്ല അവർ ആഗ്രഹിക്കുന്നത് അല്ലെ? അവർക്കുടെ ടാർജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാർക്കറ്റിംഗ്, അതിലെ ടാർജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ആണ്. അപ്പൊ പേഷ്യൻസ് ആണ് ടാർജറ്റ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരോട് നല്ല സേഫ് സോഫ്റ്റ് ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ട് വീണ്ടും നമ്മൾ ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റ് കൂട്ടാനായിട്ട് ശ്രമിക്കുകയോ ചെയ്യുന്നത് അല്ലെ? പേഷ്യൻസ് കൂടുതൽ വന്നാലല്ലേ ആ ഹോസ്പിറ്റലില് ബഡ്ജറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ആ നമ്മുടെ ടാർജറ്റ് പേഷ്യന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അവരോട് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ട് അവന്റെ ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റ് കൂട്ടാനായിട്ട് ശ്രമിക്കുന്നു. അതാണ് ഐഡന്റിഫൈ ടാർജറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തൊരു എക്സാമ്പിൾ, വേറൊരു ടൈപ്പ് എക്സാമ്പിൾ തന്നേക്കുന്നത്, നമ്മൾ യങ് അത്ലറ്റ്സിനെ ട്രീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ലോക്കൽ ഹൈസ്കൂൾ ലെവലില്, കോളേജസില്, YMCAയിലൊക്കെ കോച്ചസിനെയും അത്ലറ്റ്സിനും ഒക്കെ സ്പോർട്സ് സേഫ്റ്റിനെ കുറിച്ചും ഫസ്റ്റ് എയ്ഡ് ടിപ്സുകളെ കുറിച്ചും ഒക്കെ ഉള്ള സംസാരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അതും കൂടി നമ്മൾ ആ ഒരു കാര്യം കൺസിഡർ ചെയ്തേക്കാം എന്താ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡിറ്റർമിൻ എ ബഡ്ജറ്റ്. നമ്മളൊരു ബഡ്ജറ്റ്, നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, ബഡ്ജറ്റ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്? ഇതൊന്ന് നോക്കി. നിങ്ങൾ അനലൈസ് ദ റിസർച്ച് പറഞ്ഞു. നമ്മളൊരു റിസർച്ച് അനലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ അതിനകത്ത് വരുന്നത് എന്നുള്ളത് പറഞ്ഞത്. അവിടെ നമ്മൾ ലാസ്റ്റ് ഇതിനകത്ത് പറഞ്ഞ് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസുകൾ നമ്മുടെ മുന്നിൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ കുറച്ച് ഈ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാനായിട്ട്, അത് കണ്ടെത്താനായിട്ട് ഈ റിസർച്ച് അനലൈസ് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ? പിന്നെ അതിനനുസരിച്ച് നമ്മുടെ റിസർച്ച് അനലൈസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട്, അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഗോൾസുകളിൽ, ലക്ഷ്യങ്ങളിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമ്മൾക്ക് അത് ചേഞ്ച് ഒക്കെ വരുത്താൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ സെലക്ട് ചെയ്ത ഗോൾസ് ചൂസ് ചെയ്തത് ശരിയാണോ എന്നുള്ളതൊക്കെ നോക്കാനുള്ള ഒരു നല്ലൊരു ടൈമാണ് അനലൈസ് ദ റിസർച്ച് എന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓക്കെ,
അത്രയും വരുന്നു. പിന്നെ അതുപോലെ തന്നെ ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ടാർഗറ്റ് ഓഡിയൻസിൽ വരുന്നത് ആരൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. പേഷ്യൻസ് വെച്ച പല ഏജിലുള്ള പേഷ്യൻസ് വരാം, ജെൻഡർ, ലൊക്കേഷൻ, പെയർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പണം അടയ്ക്കുന്ന ഒരു തരം. അതുപോലെ തന്നെ ക്ലിനിക്കൽ റിക്വയർമെന്റ്സ് ഒക്കെ ടാർഗറ്റ് ഓഡിയൻസിൽ കൺസിസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞ പേഷ്യൻസ് ആണ്. അപ്പൊ പേഷ്യൻസിനോടൊക്കെ നല്ല രീതിയിലൊക്കെ സോഫ്റ്റ് ആയിട്ടൊക്കെ സംസാരിച്ചിട്ട് ആ ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റ് കൂട്ടാനായിട്ട് ശ്രമിക്കുന്നു. അതാണ് ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെയാണ് ഡിറ്റർമിൻ എ ബഡ്ജറ്റ്. ഒരു ബഡ്ജറ്റ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ നോക്കിയേ, ഡിറ്റർമിൻ എ ബഡ്ജറ്റ്, examine financial information and come up with a marketing budgeting. നമ്മൾ മാർക്കറ്റിംഗ് ബഡ്ജറ്റിംഗ് നമ്മൾ എങ്ങനെ വേണം? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നോക്കിയിട്ട് വേണം. ഫിനാൻഷ്യലി എങ്ങനെയാണ്, സാമ്പത്തികമായിട്ട് എങ്ങനെയാണ്, സാമ്പത്തിക വിവരങ്ങൾ പരിശോധിച്ചിട്ട് വേണം നമ്മൾ എന്താണ് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ട്. സാമ്പത്തിക വിവരങ്ങൾ പരിശോധിച്ചിട്ട് വേണം ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വിൽ ബി ഡിഫറെന്റ്. മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വ്യത്യാസമായിരിക്കും. എല്ലാം ഒരേ സെയിം ബഡ്ജറ്റ് ആവണമെന്നില്ല. മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വിൽ ബി ഡിഫറെന്റ് ബൈ ദ ടൈപ്പ് ഓഫ് മാർക്കറ്റ്. എന്നിവയൊക്കെ അനുസരിച്ച് ടൈപ്പ് ഓഫ് മാർക്കറ്റുകൾക്ക് അനുസരിച്ച് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വ്യത്യാസപ്പെടാം. പിന്നെ അതുപോലെ തന്നെ പ്രാക്ടീസ് സീസിൻ, അതിന്റെ ഉള്ളിലുള്ള പ്രാക്ടീസ് പരിചയം അതനുസരിച്ച് വ്യത്യാസപ്പെടാം. ദ ഏജ് ഓഫ് ദ പ്രാക്ടീസ്, ആ പ്രാക്ടീസ് ചെയ്യുന്ന ഏജ്, അതായത് എത്ര നാളുകളായിട്ട് നമ്മൾ ആ മാർക്കറ്റിംഗിൽ ഫീൽഡിലുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഏജ് വെച്ചിട്ട് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വ്യത്യാസപ്പെടാം. ആൻഡ് ഇഫ് ദ പ്രാക്ടീസ് ഹാസ് മാർക്കറ്റഡ് ബിഫോർ, മുമ്പ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിംഗ് ചെയ്ത് പരിചയമുണ്ടോ, ബിഫോർ കണ്ടോ, മുമ്പ് മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ള പരിചയം എന്നിവയൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഈ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വ്യത്യാസപ്പെടാം. കണ്ടോ, മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വിൽ ബി ഡിഫറെന്റ്, വ്യത്യാസമായിരിക്കും. ബൈ ദ ടൈപ്പ് ഓഫ് മാർക്കറ്റ്, a practice is in the age of the practice and the practice has marketed before. മുൻപ് നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് പരിചയം വെച്ചിട്ടൊക്കെ വ്യത്യാസപ്പെടാം. There is no standard for how much a practice should be sent. ഒരു പരിശീലനം, ഒരു പ്രാക്ടീസ് എത്രമാത്രം നമ്മൾ അതിൽ ചെലവഴിക്കണം എന്നുള്ളതിന് ഒരു മാനദണ്ഡവും ഇല്ല. മാർക്കറ്റിംഗ് ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ട് അവിടെ ഒരു പ്രത്യേക മാനദണ്ഡവും ഇല്ല. There is no standard. അവിടെ ഒരു പ്രത്യേകവും മാനദണ്ഡവും പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്ത് അനുസരിച്ചിട്ട് വേണം? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എക്സാമിൻ ചെയ്തിട്ട് വേണം മാർക്കറ്റിംഗ് ബഡ്ജറ്റ് തയ്യാറാക്കാൻ. ഈ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ടൈപ്പ് ഓഫ് മാർക്കറ്റിനനുസരിച്ച് അതിന്റെ ഉള്ളിലുള്ള പരിചയം, മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ള പരിചയം, ഏജ് ഓഫ് ദ പ്രാക്ടീസ്, എത്ര നാളുകളായിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നു, അതാണ് ഏജ് എന്ന് പറയുന്നത്. ഇഫ് ദ പ്രാക്ടീസ് ഹാസ് മാർക്കറ്റഡ് ബിഫോർ, മുൻപ് നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ടുള്ള പരിചയം എന്നിവയൊക്കെ അനുസരിച്ച് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് തന്നെ വ്യത്യാസപ്പെടാം. അവിടെ ഒരു പ്രത്യേക മാനദണ്ഡം ഇല്ല. മാർക്കറ്റിംഗ് ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ട് ഒരു പ്രത്യേക മാനദണ്ഡം ഇല്ല. ഓക്കെ, ഇവിടെ ഇപ്പൊ പറഞ്ഞേക്കുന്നത് ഇഫ് എ പ്രാക്ടീസ് ഈസ് ന്യൂ, നമ്മുടെ പ്രാക്ടീസ് ഒരു പുതിയതാണെങ്കിൽ വി ക്യാൻ ഹോപ്പ് ടു സ്പെൻഡ് നോക്കിയ 10% or more of our annual gross income the first year you carry out the plan. ഇപ്പൊ നമ്മളെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് ടൈം ആണെങ്കിൽ നമ്മുടെ പ്ലാൻ നടപ്പിലാക്കുന്ന ആദ്യത്തെ വർഷം തന്നെ നമുക്ക് എത്ര ശതമാനം വന്നെന്ന് പറഞ്ഞ 10%. കണ്ടോ, നമ്മളുടെ വർക്കിന്റെ 10% അതിൽ കൂടുതലോ നമുക്ക് അതിലേക്ക് ചെലവാക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇഫ് ദ പ്രാക്ടീസ് ഈസ് ന്യൂ, നമ്മുടെ പ്രാക്ടീസ് പുതിയതാണെങ്കിൽ വി ക്യാൻ ഹോപ്പ് ടു സ്പെൻഡ് 10% or more than, or അതിൽ കൂടുതലോ 10% അതിൽ കൂടുതലോ നമുക്ക് ഇതിലേക്ക് ചെലവാക്കാൻ, മൊത്തം വരുമാനത്തിന്റെ 10% അതിൽ കൂടുതലോ നമ്മൾ ചെലവഴിക്കാൻ പ്രതീക്ഷിക്കാം. ഓക്കെ, ആ പ്ലാൻ നടപ്പിലാക്കുന്ന ആദ്യ വർഷം കേട്ടോ,
ആ പ്ലാൻ നമ്മൾ നടപ്പിലാക്കുന്ന ആദ്യ വർഷം തന്നെ നിങ്ങളുടെ വാർഷിക മൊത്ത വരുമാനത്തിന്റെ 10% അതിൽ കൂടുതലോ ആ മാർക്കറ്റിംഗ് പ്ലാനിലേക്ക് ചെലവാക്കാനായിട്ട് പ്രതീക്ഷിക്കാം, ചെലവാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതാണ് ഡിറ്റർമിൻ എ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞ എന്താ? സ്ട്രാറ്റജീസ് എന്താ? പ്ലാൻ തന്ത്രങ്ങൾ അല്ലെ. സം ഓഫ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇനി ഹോസ്പിറ്റലിലൊക്കെ നോക്കിയേ, അവിടെ നടക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാന്ന് നോക്കിയേ. പ്രൊവൈഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ട്രെയിനിങ് സെക്ഷൻ ടു സ്റ്റാഫ്. ഉണ്ടോ? ജീവനക്കാർക്ക്, ആ സ്റ്റാഫിന് ആ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന രീതിയിലുള്ള ട്രെയിനിങ് സെക്ഷനുകൾ നൽകുന്നു. അപ്പൊ നല്ല രീതിയിൽ സ്റ്റാഫുകളോട് പെരുമാറാനും അങ്ങനെയൊക്കെ വേണ്ട ഒരു ട്രെയിനിങ് സെക്ഷൻ സ്റ്റാഫിന് കൊടുക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാ? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ നോക്കിയേ, അപ്പൊ ആ ഹോസ്പിറ്റലില് അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ മറ്റുള്ളവരോട് പറയും അവിടെ നല്ല ട്രീറ്റ്മെന്റും കാര്യങ്ങളും നമ്മളോട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സ്റ്റാഫുകൾ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് എന്നുള്ള ഒരു പുറമെ ഒരു പബ്ലിസിറ്റി അവിടെ കിട്ടും അല്ലെ. അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ ആ ബഡ്ജറ്റ്, അല്ലെങ്കിൽ അവിടെ നമ്മള് ആ ഒരു പേഷ്യൻസ് കൂടുതൽ വരും, അപ്പൊ അവിടെ ബഡ്ജറ്റ്, ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റ് തന്നെ കൂടും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ ഫസ്റ്റ് വരുന്നതാണ് ഏത്? ആ സ്റ്റാഫിന് ഒരു ട്രെയിനിങ് സെക്ഷൻ ഉണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാ? പ്രൊവൈഡ് ദ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാഫിന് ഒരു ട്രെയിനിങ് സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, ഡെവലപ്പ് എ പേഷ്യന്റ് സെൽഫ് ഷെഡ്യൂളിംഗ് സിസ്റ്റം വിത്തിൻ ദ പ്രാക്ടീസ് വെബ്സൈറ്റ് ടു ഗെറ്റ് റിഡ് ഓഫ് ദ നീഡ് ടു ടെലിഫോൺ ദ ഓഫീസ് ഫോർ ആൻ അപ്പോയിന്റ്മെന്റ്. ഇവിടെ നോക്കിയേ, നമ്മളിപ്പോ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ ഓഫീസിൽ ടെലിഫോൺ ചെയ്തല്ലേ സാധാരണ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ. ഇപ്പൊ ഡോക്ടറിനെ കാണാൻ ഒരു അപ്പോയിന്റ്മെന്റിനാണെങ്കിൽ നമ്മൾ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യല്ലേ, ഫോൺ ചെയ്യല്ലേ? അതെ. അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ നേരിട്ട് ആ ഡോക്ടേഴ്സിനെ ഒക്കെ കോണ്ടാക്ട്, ഡോക്ടേഴ്സിനെ എല്ലാം അവിടെ നമ്മൾ ഓഫീസിലാണെങ്കിലും നമ്മൾ ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതിന് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഈ വെബ്സൈറ്റുകളിൽ രോഗിയുടെ സെൽഫ് ഷെഡ്യൂളിംഗ് സിസ്റ്റം ഏർപ്പെടുത്താം. ഓക്കെ, അപ്പൊ ആ ഒരു സൈറ്റിൽ കയറി നമുക്ക് എന്താന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോയിന്റ്മെന്റ് കാര്യങ്ങൾ എടുക്കാൻ. അപ്പൊ ഡയറക്റ്റ് അവിടെ ഫോൺ ചെയ്യുന്നതിനുള്ള ആ ഒരു ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഫോൺ ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ വെബ്സൈറ്റിൽ കയറി സൈറ്റ് വഴി നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള ഒരു സംവിധാനം വരാം. അപ്പൊ അത് ആ ബഡ്ജറ്റ് കൂട്ടാൻ, മാർക്കറ്റിംഗ് ബഡ്ജറ്റ് കൂട്ടാനുള്ള ഒരു ഇതല്ലേ. അപ്പൊ അതൊക്കെ ഒരു സ്ട്രാറ്റജീസ് ആണ് കേട്ടോ. ഡെവലപ്പ് എ പേഷ്യന്റ് സെൽഫ് ഷെഡ്യൂളിംഗ് സിസ്റ്റം വിത്തിൻ ദ പ്രാക്ടീസ് website to get rid of the need to telephone the office for an appointment. ആ ഒരു ഓഫീസ് നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിൽ ടെലിഫോൺ വഴി അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് പകരം വെബ്സൈറ്റുകൾ കൊടുക്കാം. അപ്പൊ ആ പേഷ്യന്റിന്റെ സെൽഫ് ഷെഡ്യൂളിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് മേക്ക് ദ റിസപ്ഷൻ റൂം ഡെക്കർ ബെറ്റർ. പിന്നെ നെക്സ്റ്റ് ആണ് ഏറ്റവും നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താ ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ എവിടെയാ കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലം ഏതാ? റിസപ്ഷൻ അല്ലെ. അപ്പോ മേക്ക് ദ റിസപ്ഷൻ റൂം ഡെക്കർ ബെറ്റർ. റിസപ്ഷൻ റൂമുകള് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക, അലങ്കരിക്കുക. അപ്പൊ തന്നെ ആ പേഷ്യന്റിന്, നമ്മൾ ചെല്ലുന്ന ആ ഒരു പേഷ്യന്റിന് നമ്മളൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടൂലേ? നല്ല ഡെക്കറേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടൊക്കെ എടുത്ത് വെക്കുമ്പോൾ തന്നെ നമ്മളൊരു ഹോസ്പിറ്റലിനെ കുറിച്ച് തന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നമുക്കൊരു നല്ലൊരു ഇത് കിട്ടും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് നമ്മളാണെങ്കിലും പറയും അവിടെ എല്ലാ കാര്യങ്ങളും നല്ല കറക്റ്റ് ആണ്, നല്ല നീറ്റ് ആണ്, നല്ല രീതിയിൽ എല്ലാം മാനേജ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു പോസിറ്റീവ്, ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു പോസിറ്റീവ് ഒരു അറ്റ്മോസ്ഫിയർ ആ ഒരു പേഷ്യന്റിന് കിട്ടും. അത് മാർക്കറ്റിംഗിന്റെ ഒരു ഭാഗമാണ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന്റെ ഭാഗമാണ്. ഓക്കെ, make the reception room decor better. Next നോക്കിയേ, provide name tag for staff. സ്റ്റാഫുകൾക്ക് നെയിം ടാഗുകൾ കൊടുക്കാം. കണ്ടിട്ടില്ലേ സ്റ്റാഫുകള്
അപ്പൊ നമുക്ക് വേഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളാണ്. അപ്പൊ അവരുടെ പേര്, ഏത് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വെച്ചിട്ട് ടെലിഫോൺ കോൺടാക്ട് നമ്പർ ഉൾപ്പെടെയുള്ള നെയിം ടാഗുകൾ സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യാം. ഇത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. ഓക്കെ, എല്ലാ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കും നെയിം ടാഗ് പ്രൊവൈഡ് ചെയ്തെന്ന് കണ്ടിട്ടില്ലേ? ഓക്കെ, പ്രൊവൈഡ് നെയിം ടാഗ് ഫോർ സ്റ്റാഫ്. നെക്സ്റ്റ് നോക്കിയേ, call for staff to introduce themselves to each new patient. കണ്ടോ, call for staff to introduce themselves to each new patient. ഓരോ ന്യൂ പേഷ്യന്റിനും സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാഫിനെ വിളിക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്താം. കോൾ ഫോർ സ്റ്റാഫ്, സ്റ്റാഫിനെ വിളിക്കാം, അങ്ങനെ പറയാം. ഓരോ പുതിയ പേഷ്യന്റിനും സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാഫിനെ വിളിക്കാം, കോൾ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് നോക്കിയേ, കണ്ടക്ട് പോസ്റ്റ് എൻകൗണ്ടർ ടെലിഫോൺ ഇന്റർവ്യൂസ് within the new patient within 3 days for their appointments. നോക്കിയേ, അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞ് ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ പുതിയ പേഷ്യൻസുമായിട്ട് ടെലിഫോണിൽ ഒരു കോണ്ടാക്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക. ഇപ്പൊ ഡിസ്ചാർജ് ചെയ്താണെങ്കിലും വീട്ടിൽ വന്നിട്ട് 1-2 ദിവസം ത്തിനുള്ളില് അല്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിലാണെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം. ഓക്കെ, അപ്പൊ പോസ്റ്റ് എൻകൗണ്ടർ ടെലിഫോൺ ഇന്റർവ്യൂസ് നടത്താം. അപ്പോയിന്റ്മെന്റിന് ശേഷവും അതുപോലെ തന്നെ ഡിസ്ചാർജ് ആയതിനു ശേഷവും നടത്താം. അപ്പൊ നമുക്കാണെങ്കിൽ ഒരു നല്ലൊരു ഇത് കിട്ടുമല്ലോ, ഒരു എന്താ വീണ്ടും നമ്മൾ അന്വേഷിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എങ്ങനെയുണ്ട്, ഡിസ്ചാർജ് ചെയ്ത് പോന്നിട്ട് വല്ല പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മെഡിസിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കഴിക്കുന്നില്ലേ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു 1-2 ദിവസം അവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കാം. ഒരു ടെലിഫോൺ ഇന്റർവ്യൂസിന് തന്നെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതും ഹോസ്പിറ്റലിന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ വരുന്നതാണ്. ഓക്കെ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് വരുന്നത്. നോക്കിയേ, കണ്ടക്ട് പോസ്റ്റ് എൻകൗണ്ടർ ടെലിഫോൺ ഇന്റർവ്യൂസ് വിത്ത് ന്യൂ പേഷ്യന്റ് വിത്ത് 3 days ഫോർ ദെയർ അപ്പോയിന്റ്മെന്റ്. അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ പുതിയ പേഷ്യൻസുമായിട്ട് ടെലിഫോൺ ഇന്റർവ്യൂസ് നടത്താം. ഇതൊക്കെ ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ വരുന്നതാണ്. ആ പോയിന്റ്സുകൾ ക്ലിയർ ആയോ? ഒന്ന് നോക്കിയേ, വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. സം ഓഫ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ചോദിച്ചിട്ടുണ്ട്, അവർക്ക് മോഡൽ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ വരുന്ന കാര്യങ്ങൾ. ഏതെങ്കിലും പോയിന്റ്സ് മനസ്സിലാവാത്ത ഉണ്ടോന്ന് നോക്കിയേ വേഗം. ഓക്കെ, റീഡ് ചെയ്തോ? കഴിഞ്ഞു. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, നമ്മളിത് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇത് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നോക്കണം, അല്ലാത്ത ഇതും വരുന്നുണ്ട് കേട്ടോ. കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് വരുന്നത് ഇതൊക്കെ. മാർക്കറ്റിംഗ് ഹോസ്പിറ്റലിൽ മാത്രം ബേസ് ചെയ്തിട്ടല്ല, പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞേക്കുന്നത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. നെക്സ്റ്റ് ഒരു ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ഡെവലപ്പ് ചെയ്യുക. എന്താണ് ഇനി ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്? ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ഈസ് എ ടൈം ലൈൻ. ഇതൊരു ടൈം ലൈൻ ആണ്. ദാറ്റ് ഷോസ് വിച്ച് മാർക്കറ്റിംഗ് ആക്ഷൻ വിൽ ബി ഡൺ വെൻ ആൻഡ് ബൈ ഹൂം. കണ്ടോ, ഇതൊരു ടൈം ലൈൻ ആണ് പറയുന്നത്. ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയാൻ അറിയാലോ, നടപ്പിലാക്കുക. ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ടൈം ലൈൻ ആണ്. ദാറ്റ് ഷോസ്, ഇത് എന്താ കാണിക്കുന്ന?
വിച്ച് മാർക്കറ്റിംഗ് ആക്ഷൻ വിൽ ബി ഡൺ, ഏത് മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങളാണ് എപ്പോൾ, വെൻ, എപ്പോൾ, ആരിലൂടെ ചെയ്യണമെന്ന് കാണിക്കുന്ന ഒരു ടൈം ലൈൻ ആണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഈസ് ആൻ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ഈസ് എ ടൈം ലൈൻ ദാറ്റ് ഷോസ്, ഇതെന്താ കാണിക്കുന്നത്, വിച്ച് മാർക്കറ്റിംഗ് ആക്ഷൻ വിൽ ബി ഡൺ, ഏത് മാർക്കറ്റിംഗ് പ്രവർത്തനമാണ് നടത്തേണ്ടത്, വെൻ ആൻഡ് ബൈ ഹും, എപ്പോൾ ആരിലൂടെയാണ് നടത്തേണ്ടതെന്നൊക്കെ കാണിക്കുന്ന ഒരു ടൈം ലൈൻ ആണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. വെൻ ക്രിയേറ്റിംഗ് ദ ഷെഡ്യൂൾ, ഇനി ആ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴോ carefully take into consideration how the activities will influence the current practice operation and whether there are enough resources such as staff, time and money to fulfill the necessary task. ഇനി നമ്മൾ ഈ ഷെഡ്യൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കണ്ടേ, വെൻ ക്രിയേറ്റിംഗ് ദ ഷെഡ്യൂൾ, നമ്മൾ ഈ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിലവിലുള്ള നമ്മുടെ ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ, പ്രവർത്തനങ്ങളെ അത് എങ്ങനെ സ്വാധീനിക്കും. നമ്മളൊരു പുതിയൊരു ഷെഡ്യൂൾ, ഇപ്പൊ നമ്മളൊരു ടൈം ടേബിൾ ആണെങ്കിലും സെറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുമ്പോഴോ എന്താണ് നമ്മളിപ്പോ നിലവിലുള്ള ആ ഷെഡ്യൂള്, ആ നിലവിലുള്ള പ്രാക്ടീസിനെ അത് എങ്ങനെ സ്വാധീനിക്കും. പിന്നെ അതുപോലെ തന്നെ വെദർ ദർ ആർ ഇനഫ് റിസോഴ്സുകൾ ഉണ്ടോ, സച്ച് സ്റ്റാഫ്, ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഉണ്ടോ, അതിനുള്ള ടൈം ഉണ്ടോ, മണി ഇതൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, നമ്മുടെ ആ ടാസ്ക് ഫുൾഫില്ല് ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങൾ, ഇനഫ് റിസോഴ്സുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ എന്താണ് നോക്കുന്നത്, നമ്മൾ അതിനുള്ള ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ ഉണ്ടോ നോക്കും, അതിന്റെ ടൈമിങ് നോക്കും, അല്ലെ, മിങ്കിളാവാതിരിക്കാനുള്ള കാശ് വരാത്ത രീതിയിൽ അത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. ഇവിടെ നമ്മളൊരു ഒരു ഷെഡ്യൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം, അത് നമ്മുടെ ഇപ്പം പ്രസന്റ് ആയിട്ടുള്ള കാര്യത്തിൽ എങ്ങനെ അത് സ്വാധീനിക്കും, ഇപ്പോഴുള്ള നിലവിലുള്ള പ്രാക്ടീസ് പ്രവർത്തനങ്ങളെ അത് എങ്ങനെ സ്വാധീനിക്കും, പിന്നെ അതിനാവശ്യത്തിനുള്ള റിസോഴ്സുകൾ ഉണ്ടോ, സ്റ്റാഫ് ഉണ്ടോ, ടൈം ഉണ്ടോ, മണി ഒക്കെ അവൈലബിൾ ആണോ എന്നുള്ളത്, ആ ടാസ്ക് ഫുൾഫില്ല് ചെയ്യാൻ ഇതൊക്കെ അവൈലബിൾ ആണോ എന്നുള്ള കാര്യം കൂടി നോക്കും. നെക്സ്റ്റ് ആണ് ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്സ്. നെക്സ്റ്റ് ഇവാലുവേഷൻ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവാലുവേഷൻ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. Okay, create an evaluation process. Evaluate a plan frequently by comparing your progress with the implementation schedule. ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂളുമായിട്ട് നമ്മുടെ പ്രോഗ്രസ് നമ്മൾ കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്തുകൊണ്ട് പ്ലാനുകൾ ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തുക, ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത ആ ഷെഡ്യൂളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം, താരതമ്യം ചെയ്യുക അതിന്റെ പ്രോഗ്രസ്. ഇപ്പൊ നമ്മളൊരു പുതിയൊരു ഷെഡ്യൂൾ കൊണ്ടുവന്നു, അപ്പൊ അതിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പ്രോഗ്രസ് കമ്പയർ ചെയ്യണം. പഴയത് എങ്ങനെയായിരുന്നു, ഇപ്പൊ പുതിയ കാര്യം ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ അതിൽ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് നമ്മുടെ പ്ലാൻ ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ തന്നെ നമ്മൾ ചേഞ്ച് വരുത്താൻ പറ്റും. ഓക്കെ, അപ്പൊ അതാ പറഞ്ഞേക്കണേ, ഇവാലുവേഷൻ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക, ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂളുമായിട്ട് നമ്മുടെ പ്രോഗ്രസ് കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ പ്ലാൻ ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തുക. There are several ways you can judge the result of your progress. നമ്മുടെ ഈ റിസൾട്ട് ജഡ്ജ് ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്. ഇതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. There are several ways you can judge the result of your progress. നമ്മുടെ പ്രോഗ്രസ് ജഡ്ജ് ചെയ്യാനായിട്ട് പല മാർഗങ്ങളുണ്ട്. ഏതൊക്കെയാ? പേഷ്യന്റ് സർവേ സ്കോർസ് ഉണ്ടോ? പേഷ്യന്റ് സർവേ സ്കോറുകൾ എടുക്കാം. പേഷ്യന്റിനെ ഇടയ്ക്ക് സർവേ നടത്തുക, അപ്പൊ അതിന്റെ സ്കോറുകൾ നോക്കാം. പിന്നെ റെഫറൽ സോഴ്സുകൾ നോക്കാം. ഇൻക്രീസ്ഡ് ഇൻകം, ഇൻക്രീസ് ചെയ്ത വരുമാനം നോക്കാം. ഇൻകം നോക്കാം. ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിംഗ് കൂടി എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഇൻക്രീസ്ഡ് ഇൻകം, ഇൻക്രീസ്ഡ് ന്യൂ പേഷ്യന്റ്, കണ്ടോ, പുതിയ പേഷ്യൻസ് കൂടുക. ഒരു ഹോസ്പിറ്റലിൽ പുതിയ പേഷ്യൻസ് കൂടുക എന്ന് പറഞ്ഞ മാർക്കറ്റിംഗ് കൂടുതലല്ലേ?
നമ്മുടെ ബഡ്ജറ്റ് കൂടുതലാവും, അവിടെ മാർക്കറ്റിംഗ് ഇത് സക്സസ്ഫുൾ ആണ് അല്ലെ. ഇൻക്രീസ്ഡ് ന്യൂ പേഷ്യൻസ്, പുതിയ പേഷ്യൻസ് കൂടുക, ആൻഡ് ഡിക്രീസ്ഡ് കംപ്ലൈൻസ്. കണ്ടോ, കംപ്ലൈൻസ് കുറയുക, അതും നമ്മുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഹോസ്പിറ്റല് എപ്പോഴും കംപ്ലൈന്റ് ആണെങ്കിലോ ഒരു ഇതുമില്ല നമുക്ക് അല്ലെ, ഒരു നല്ലൊരു ഗ്രോത്ത് ആണെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ മാർക്കറ്റിംഗ് നമ്മള് സക്സസ്ഫുൾ ആവണമെന്നില്ല അത് അല്ലെ. അപ്പൊ നമ്മുടെ കംപ്ലൈൻസ് കുറഞ്ഞുകൊണ്ട് പുതിയ പേഷ്യൻസിന്റെ എണ്ണം കൂടുക, ഇതൊക്കെ നമ്മള് ഈ നമ്മുടെ പ്രോഗ്രസ് ജഡ്ജ് ചെയ്യാനുള്ള പല മാർഗങ്ങളാണ്. ഏതൊക്കെയാ അപ്പൊ നമ്മുടെ പ്രോഗ്രസ് ജഡ്ജ് ചെയ്യാനുള്ള വേസ് ഏതൊക്കെയാ? What are the ways you can judge the result of your progress? നമ്മുടെ പ്രോഗ്രസ് അതിന്റെ റിസൾട്ട് ജഡ്ജ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഏതൊക്കെ രീതിയിലൂടെ നമുക്കത് ജഡ്ജ് ചെയ്യാം? ഏതൊക്കെ രീതിയിലൂടെ ജഡ്ജ് ചെയ്യാം? പേഷ്യന്റ് സർവേ സ്കോർ, സർവേ നോക്കാം, പിന്നെ റെഫറൻസ് കോഴ്സുകൾ നോക്കാം, പിന്നെ ഇൻക്രീസ്ഡ് ഇൻകം, ഇൻകം കൂടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് കൂടുതൽ ഇതാണല്ലോ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഇതിനകത്ത് വെച്ചപ്പോ കൂടുതലാണ് അല്ലെ. ഇൻക്രീസ്ഡ് ഇൻകം നോക്കാം, പിന്നെ ഇൻക്രീസ്ഡ് ന്യൂ പേഷ്യൻസ്, പേഷ്യൻസിന്റെ എണ്ണം കൂടുകയാണെങ്കിൽ ഇൻക്രീസ്ഡ് ന്യൂ പേഷ്യൻസ്, ഇത് ലാസ്റ്റ് വരുന്ന ഡിക്രീസ്ഡ് കംപ്ലൈൻസ്, കംപ്ലൈൻസ് കുറയുക. ഇതൊക്കെ നമ്മുടെ പ്രോഗ്രസ് ആ റിസൾട്ട് ജഡ്ജ് ചെയ്യാനുള്ള മാർഗങ്ങളാണ്. അതൊന്ന് നോക്കണം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വേ ടു ജഡ്ജ് റിസൾട്ട് ഓഫ് പ്രോഗ്രസ്. ഓക്കെ, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാതെ. ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഉള്ളൂ, അതും കൂടി നമുക്ക് നോക്കാം. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, ഓക്കെ, അല്ലെങ്കിൽ അതുകൂടി നോക്കാം. ലാസ്റ്റത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും എഴുതാം. ഓക്കെ, എന്തായാലും ഒരു ക്ലാസ് കൂടി നമുക്ക് വേണ്ടി വരും ഈ ഒരു ചാപ്റ്റർ തീർക്കാൻ. നെക്സ്റ്റ് ആണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. Marketing communication is the most noticeable of any of the marketing mix variables. Okay, marketing mix വേരിയബിളുകളിൽ ഏറ്റവും നോട്ടീസബിൾ എന്ന് വെച്ചാൽ ഏറ്റവും ശ്രദ്ധയായിട്ടുള്ളത് എന്ന് പറയുന്ന മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ്. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ is the most noticeable of any of the marketing mix variables. മാർക്കറ്റിംഗ് മിക്സ് വേരിയബിൾസുകളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ്. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് എലമെന്റ്സ് ദാറ്റ് മേക്ക് അപ്പ് ദ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ്. ഏതൊക്കെയാന്ന് നോക്കിയേ, അവിടെ അഡ്വർടൈസിംഗ് നടത്താം. ഓക്കെ, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ കമ്മ്യൂണിക്കേഷൻ മിക്സ് ഉണ്ടാക്കുന്ന വിവിധ ഘടകങ്ങൾ, നമ്പർ ഓഫ് എലമെന്റ്സ് അവിടെ പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് ആ ഘടകങ്ങൾ? മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ? അഡ്വർടൈസിംഗ് നടത്താം, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാലോ അഡ്വർടൈസിംഗിലൂടെ. നമ്മൾ പരസ്യങ്ങളിലൂടെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അവരെ അറിയിക്കാം, പേഷ്യൻസിനെ അല്ലെങ്കിൽ ഓഡിയൻസിനെ അറിയിക്കാനുള്ള ഒരു ഇതാണ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് അല്ലെ. മാർക്കറ്റിംഗ് സക്സസ്ഫുൾ ആവണമെങ്കിൽ അഡ്വർടൈസിംഗ് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അറിയുന്നത് അഡ്വർടൈസിംഗിലൂടെയാണ് അല്ലെ, പരസ്യങ്ങളിലൂടെയല്ലേ. നമ്മൾ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് നമ്മൾ മാർക്കറ്റിംഗിൽ എത്തി, അത് നമ്മളിലേക്ക് എത്തുന്നത് എങ്ങനെയാ? അഡ്വർടൈസിംഗ് ഒരു മീഡിയ ആണ്. മാർക്കറ്റിംഗിൽ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയ ആണ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ പരസ്യം കണ്ടിട്ടായിരിക്കും നമ്മൾ ആ പ്രൊഡക്റ്റ് മേടിക്കുന്നത് അല്ലെ. ഒരു പരസ്യങ്ങളിലൂടെ നടത്താം. പിന്നെ അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിംഗ്, മറ്റേത് പേഴ്സണൽ സെല്ലിംഗ് ചെയ്യാം. സെയിൽസ് പ്രൊമോഷൻ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് പബ്ലിസിറ്റി കൊടുക്കാം. മൗത്ത് പബ്ലിസിറ്റി വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, പബ്ലിസിറ്റി കൊടുക്കാം. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് സൈബർ മാർക്കറ്റിംഗ്. പിന്നെ അതുകൂടാതെ സൈബർ മാർക്കറ്റിംഗ്, അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ്, ഇതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. സൈബർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ മറ്റു രണ്ട് പേരുകളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓർ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ്. ഇതെല്ലാം എന്താണ്? മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ കമ്മ്യൂണിക്കേഷൻ മിക്സ് ഉണ്ടാക്കുന്ന, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് ഉണ്ടാക്കുന്ന എലമെന്റ്സ് ആണ്. ഏതൊക്കെയാ വരുന്ന എലമെന്റ്സ്? കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് എലമെന്റ്സ്. ഇതൊക്കെയാ അഡ്വർടൈസിംഗ്, പേഴ്സണൽ സെല്ലിംഗ്, സെയിൽസ് പ്രൊമോഷൻ, പബ്ലിസിറ്റി, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് സൈബർ മാർക്കറ്റിംഗ്. ഇത്രയും അതിനകത്ത് വരുന്നതാണ്, എലമെന്റ്സിൽ വരുന്നതാണ്. അപ്പൊ അതിനകത്ത് ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സെന്റൻസ് ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓർ
ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് ഓർ സൈബർ മാർക്കറ്റിംഗ് എല്ലാം സെയിം തന്നെയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് is the component of marketing. Digital marketing is the component of marketing that uses the internet and online based digital technologies. Digital marketing is the component of marketing. That uses എന്താ അവിടെ യൂസ് ചെയ്യുന്നേ? That uses the internet and online based digital technologies. Digital technology, desktop computers, mobile phones, digital media, ഇതൊക്കെ പ്ലാറ്റ്ഫോംസ് ഇതൊക്കെ ഇതിനകത്ത് വരാം. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഉള്ള എലമെന്റ്സ് ആ പറഞ്ഞേക്കുന്നത്. കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് എലമെന്റ്സ് ദാറ്റ് മേക്ക് അപ്പ് ദ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ്. ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് ഉണ്ടാക്കുന്നതിനുള്ള നിരവധി ഘടകങ്ങള് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിലുള്ള ഘടകങ്ങളാ പറയുന്ന. അഡ്വർടൈസിംഗ് വരുന്നുണ്ട്, പേഴ്സണൽ സെല്ലിംഗ് വരുന്നുണ്ട്, സെയിൽസ് വരുന്നുണ്ട്, പ്രൊമോഷൻ, പബ്ലിസിറ്റി, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് സൈബർ മാർക്കറ്റിംഗ്. ഓക്കെ, ഇനി ഇത്രയും മതി. അതിൽ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരിതാണ് നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്തത് ഞാൻ എടുക്കുന്നില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഒരു ചെറിയൊരു പോർഷനും കൂടിയേ ഉള്ളൂ. ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. പിന്നെ കുറച്ച് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ എഴുതാം നമുക്ക്. നിങ്ങൾക്ക് അതെങ്ങനെ ഒരു എന്താ പറയാ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ഇച്ചിരി മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ടോ ഇത്? കുഴപ്പമില്ല അല്ലെ? അതുകൊണ്ട് കുറച്ച് എടുക്കുന്നേ. ഒരുപാട് നമുക്ക് വാരി വലിച്ചത് എടുക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ആ എലമെന്റ്സിൽ നമ്മൾ ഇന്ന് എലമെന്റ്സ് മാർക്കറ്റിംഗ് പ്ലാന്റ് എലമെന്റ്സ് ആണ്. അതിൽ 7 എലമെന്റ്സാ വരുന്നത്. അതാണ് ഇന്ന് നമ്മൾ നോക്കിയത്. അപ്പൊ നോക്കാട്ടോ, ഓരോ നിങ്ങൾ വായിച്ചു നോക്കുക. അനലൈസ് ദ റിസർച്ച് നമ്മൾ പറഞ്ഞു, ഐഡന്റിഫൈ ദ ടാർഗറ്റ് ഓഡിയൻസ് പറഞ്ഞു, പിന്നെ ആ ബഡ്ജറ്റ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്. അപ്പൊ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പരിശോധിച്ചിട്ട് വേണം മാർക്കറ്റിംഗ് ബഡ്ജറ്റ് തയ്യാറാക്കാന്ന് പറഞ്ഞു. ഡിറ്റർമിൻ എ ബഡ്ജറ്റ്, ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ഡെവലപ്മെന്റിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, എന്തൊക്കെ തന്ത്രങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്ലാനുകളാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ബഡ്ജറ്റ് കൂട്ടാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു. പിന്നെ ഡെവലപ്മെന്റ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴുള്ളത് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്സ്. ഇവാലുവേഷൻ പ്രോസസ്സ് പറഞ്ഞു. പിന്നെ അതിനകത്ത് നമ്മൾ വേസ് ഏതൊക്കെയാന്ന് പറയാം. സെവറൽ വേസ് യു ക്യാൻ ജഡ്ജ് റിസൾട്ട് ഓഫ് പ്രോഗ്രസ്. നമ്മുടെ പ്രോഗ്രസ് ജഡ്ജ് ചെയ്യാനുള്ള പ്രോഗ്രസിന്റെ റിസൾട്ട് ജഡ്ജ് ചെയ്യാനുള്ള നിരവധി മാർഗങ്ങളാ പറഞ്ഞത് കേട്ടോ. അത് ഏതൊക്കെയാന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് നമ്മൾ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. പിന്നെ തന്നെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ചാപ്റ്റർ അങ്ങ് തീർക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഇന്ന് പറഞ്ഞത് എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് വായിച്ചു നോക്കണം. ഓക്കെ, ക്ലാസ് വൈകിട്ട് ചെയ്തോട്ടെ. ഓക്കെ മിസ്. ഓക്കെ, താങ്ക് യു.